അശ്വതി, കേരള വിഷൻ ന്യൂസ്. ഇനി ബജറ്റിൻ്റെ പ്രതീക്ഷകളും ആശങ്കകളും പങ്കുവച്ച് മലബാറിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. നാളെ സംസ്ഥാന ബജറ്റ് വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? നല്ലൊരു ഇതുണ്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ജോലി ഉള്ളവർക്ക് നല്ല ജോലിയുണ്ട്, എല്ലാത്തവർക്കും ജോലി വളരെ കുറവാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിലും വളരെ പ്രതീക്ഷയുണ്ട് ആ ബജറ്റിൻ്റെ. എന്താണെന്ന് ഇപ്പോൾ ഗവൺമെൻറ് എന്താ പ്രഖ്യാപിക്കാന്ന് അറിയില്ല. ബജറ്റിൽ പ്രത്യേകിച്ചിട്ട് പ്രതീക്ഷയൊന്നും കാണുന്നില്ല. നിരാശനാണ് ഇപ്പോൾ നമ്മൾ തോന്നുന്നത്. കാരണം ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് നികുതിയുടെ ഭാരം അത് ഒരുപാട് മടങ്ങ് വർദ്ധിക്കാൻ ആണ് തോന്നുന്നത്. ഇതുവരെ അവതരിപ്പിച്ചൊക്കെ തന്നെയല്ലേ, ഒരു പ്രതീക്ഷയില്ല. ഈ ഭരണം പോണതിനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നിരാശ എന്ന് പറയണ്ടോ, 100% മാറി ചിന്തിക്കണം. നമ്മളൊക്കെ LDFന് വോട്ട് ചെയ്ത ആൾക്കാരാണ്. എന്ത് ചെയ്യാനാണ്, ചെയ്ത് കുടുങ്ങിപ്പോയി. ഈ 5 വർഷം മുഖ്യമന്ത്രി ഉള്ള കോടികൾ ചിലവാക്കാന്നല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പോക്ക് വരവിന് തന്നെ വേണം കേരളത്തിൻ്റെ വരുമാനം. പറയാനിപ്പോൾ ആർക്കും പറയില്ല, ഏത് പാർട്ടിക്കും പറയുമല്ലോ. ഇപ്പോൾ ആരാണ് ഈ ഫീൽഡിൽ വന്നിട്ട് എല്ലാ പ്രവൃത്തിയും ചെയ്തു കൊടുക്കുന്നത്? ആരുമില്ല. സാധാരണക്കാരന് 0 ആണ്. വികസനം മുന്നോട്ട്, വികസനം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഇപ്പോൾ ടൂറിസം മേഖലയ്ക്ക് ശരിക്കും ഇവിടെ നല്ല സ്കോപ്പുണ്ട്. ഒരുപാട് അറബികൾ അവിടെ നിന്നൊക്കെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യം, റോഡ് നെറ്റ്വർക്കിംഗ്, അതേപോലെ തന്നെ ആൾക്കാരെ അവയർനെസ് കൊടുക്കുക. നിങ്ങൾ പ്രതീക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് നിറവേറ്റാൻ ശ്രമിക്കുക, എന്നാലേ നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുള്ളൂ. വില നിലവാരങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അനിയന്ത്രിതമായി തുടരുമ്പോൾ അവരുടെ ജീവിത എക്സ്പെൻസ് കൂടുന്നു. പക്ഷേ ജീവിതത്തിലെ വരുമാനം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം അത് സർക്കാർ അഡ്രസ്സ് ചെയ്യും എന്നാണ് ന്യായമായും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ഏതൊക്കെ മേഖലകൾ പരിഗണിക്കപ്പെടണം, അങ്ങനെ എന്തെങ്കിലും? കോഴിക്കോട് പ്രധാനമായിട്ടും ഇപ്പോൾ ഏറ്റവും പല മാറി വന്ന സർക്കാരുകളും പരിഗണിക്കപ്പെടാതെ പോയൊരു പ്രധാന ഏരിയ കല്ലായിലെ മരവ്യാപാരം. പക്ഷേ ആ മേഖലയിലെ വ്യവസായം പോലും തകർന്നെടുക്കുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ആ കല്ലായിലെ മരവ്യാപാരത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള കാര്യമായ പരിശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബജറ്റിനെ പറ്റി പ്രതീക്ഷ എപ്പോഴും ഉണ്ടാവേണ്ടതുള്ളൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ബേപ്പൂർ ടൂറിസം മേഖലയാണല്ലോ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സാധ്യമായതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമല്ലേ കാര്യം ഉണ്ടാവുള്ളൂ. കേരളം വലിയ പ്രതീക്ഷകളൊന്നുമില്ല. തൊഴിലവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ ഭയങ്കര കുറവായിട്ടാണ് തോന്നിയത്. കാരണം 5 സംതിങ് ആണ്. അതിൽ വീട്ടമ്മമാർക്ക് എല്ലാ സാധനത്തിനും വില കുറയുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. ഈ ഓട്ടോക്കും പെട്രോളിനും ഡീസലിനൊക്കെ വില ആ കേന്ദ്രത്തുനിന്ന് വരണമല്ലോ. അതിനൊക്കെ വില കുറഞ്ഞാൽ സാധാരണക്കാർക്കൊരു ഭയങ്കര ആശ്വാസമായിരിക്കും.